ഇവനെ പോലെയുള്ള സൈക്കോകളെ കല്യാണം കഴിച്ച് പോകുന്ന പെൺകുട്ടികളുടെ അവസാനം ഇങ്ങനെ തന്നെയായിരിക്കും. എല്ലാവരും അറിഞ്ഞു കാണും, തൃശ്ശൂര് ഭർത്താവിന്റെ വീട്ടില് 6 മാസം മാത്രം മുന്നേ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടില് ഇന്ന് ആ ഒരു പെൺകുട്ടി, ആ ഒരു ഭാര്യ പൊള്ളലേറ്റ് മരിച്ചു എന്ന്. എന്നിട്ട് ആ ഒരു കുട്ടിയുടെ മൃതദേഹം കിട്ടിയത് വീടിന് തൊട്ടടുത്തുള്ള കാനയിൽ നിന്ന്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു പെൺകുട്ടിയുടെ ദുരവസ്ഥ. നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. സർട്ടിഫിക്കറ്റുകളും ഒക്കെ കൊടുത്തയച്ചു. എല്ലാ സാധനങ്ങളും അവൾക്ക് ഞാൻ കൊടുത്ത് ഇവരൊന്നും സാധനം കൊണ്ടുപോകാണ്ടാണ് പോയത്. ഞാൻ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ജിസുമായിട്ട് ജീവിച്ചോളാൻ പറ്റും. എല്ലാ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, ATM കാർഡ് ഒക്കെ കൊടുത്തയച്ചു. 6 മാസം മുൻപാണ് ഷാരോണും അർച്ചനയും തമ്മിലുള്ള പ്രണയവിവാഹം. ഷാരോൺ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നില്ല. കോളേജിന് മുന്നിൽ വച്ച് ഒരിക്കൽ അർച്ചനയെ മർദ്ദിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇടപെട്ടാണ് രക്ഷിച്ചത്. വീട്ടിലെന്നും തർക്കം പതിവായിരുന്നുവെന്നും അർച്ചനയുടെ കുടുംബം. അന്നോട്ട് സമാധാനം ഉണ്ടായില്ല അവൾക്ക്. ഒരുപാട് ദുഷ്ടതരനാണുള്ള അവൻ അതൊക്കെ പറഞ്ഞു കൊടുത്തു മകൾക്ക്. കഞ്ചാവ് കേസിലും മയക്കുമരുന്ന് കേസിലും ഒക്കെ പ്രതിയായിട്ടുള്ള ഈ ഒരു മനുഷ്യന്റെ കൂടെ എന്ത് വിശ്വസിച്ചാണ് ഈ ഒരു പെൺകുട്ടി ഇറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു പെൺകുട്ടി, അതായത് 6 മാസം മുമ്പ് വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത്. വീട്ടുകാരെ എതിർത്തെങ്കിലും അവന്റെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതിനുശേഷം ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പോയിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേരെയും ഒരുമിച്ച് ജീവിക്കാനാണ് ഈ ഒരു നമ്മുടെ നിയമം അനുവദിക്കുന്നത്. അതവർക്ക് അനുകൂലമായിട്ട് ലഭിക്കുകയും അവർക്ക് ജീവിക്കാനുള്ള അവസരം വന്നെത്തുകയും ചെയ്തു. അതിനുശേഷം അവളെ ഒരു വട്ടം കോളേജിൽ വെച്ച് മർദ്ദിക്കുകയുണ്ടായി. അതിനും ഈ ഒരു പെൺകുട്ടിയുടെ പിതാവ് പോയി കേസ് കൊടുത്തിരുന്നു. അതിലും അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം അവസാനം പെൺകുട്ടിക്ക് ആ ഒരു ഭർത്താവിന്റെ കൂടെ തന്നെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റിയില്ല, അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പെൺകുട്ടി അവന്റെ കൂടെ വീണ്ടും വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടിക്ക് ഗാർഹിക പീഡനം നേരിടുന്നു എന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ അതിനെതിരെയും പരാതി കൊടുത്തിരുന്നു. പക്ഷെ അവിടെയും പെൺകുട്ടിയെ തിരിച്ചു പോകാനായിട്ട് തയ്യാറായില്ല. കാരണം എന്താണ്? അവൾ അവനെ അത്രയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി ഇത്രയധികം ക്രൂരതകള് ഈ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് അനുഭവിച്ചിട്ടും ഇവരെ വിട്ടുപോകാനായിട്ട് അവൾക്ക് മനസ്സ് വന്നില്ല. കലിപ്പന്റെ കാന്താരി അല്ലെങ്കിൽ കാന്താരിയുടെ കലിപ്പൻ എന്നൊക്കെ പറയണത് റീൽസിൽ മാത്രമേ ഉള്ളൂ. റിയൽ ലൈഫില് കലിപ്പനെ സ്നേഹിച്ച കാന്താരിക്ക് എന്നും കണ്ണുനീര് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു കണ്ണുനീരിൽ കൂടെ ജീവിക്കാമെന്ന് വിചാരിച്ചാലും അധികം വൈകാതെ തന്നെ ജീവിതത്തിൽ ഷട്ടറിടേണ്ട അവസ്ഥയും വരും. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര കണ്ടാലും കിട്ടിയാലും ഒന്നും ഇന്നത്തെ ന്യൂ ജനറേഷൻ ഒന്നും പഠിക്കുന്നില്ല. അതായത് അവർക്ക് അതാണ് ഇന്നത്തെ സ്റ്റൈലാണത്. കലിപ്പനെ സ്നേഹിക്കുന്ന കാന്താരി നമ്മൾ എത്ര റീൽസുകളാണ് കാണുന്നത്. അതനുസരിച്ച് അതാണ് ജീവിതം എന്നാണ് ഈ ഒരു 20-22 വയസ്സുള്ള പ്രായമുള്ള ഈ ഒരു പെൺകുട്ടികൾ വിചാരിക്കുന്നത്. അതാണ് ജീവിതം, അതാണ് സ്വർഗം എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ ഈ ഒരു സ്നേഹിക്കുമ്പോൾ ഉണ്ടാവുന്ന കലിപ്പന്റെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവന്റെ വേറൊരു മുഖം കാണേണ്ടി വരും എന്നുള്ളത് ഇവർ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. കലിപ്പനെ സ്നേഹിക്കുന്ന കാന്താരിമാരൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ജീവിതത്തില് ഒരിക്കലും സമാധാനം കിട്ടാതെ, ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടാതെ, ഇങ്ങനെ ഒരു സ്വസ്ഥതയും തരാത്ത ഒരുത്തന്റെ കൂടെ എങ്ങനെ നിങ്ങളെ ജീവിതകാലം മുഴുവൻ ജീവിക്കും എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ജീവിതം നോക്കിക്കാണാനായിട്ട്. ജീവിക്കണോ വേണ്ടയോ? കലിപ്പന്റെ കാന്താരിയായിട്ട് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കണോ വേണ്ടയോ? ദുരിതങ്ങളും കണ്ണുനീരും മാത്രമായിട്ട് ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അതിലൂടെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തണോ അതോ നിങ്ങളുടെ ജീവിതം കൊണ്ട് കുഴിയിൽ ചാടിക്കണോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഈ ഒരു കുട്ടിയുടെ ആത്മഹത്യ അതും തൃശ്ശൂരാണ് നടന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതാണ് ട്രെൻഡ്. അതായത് കലിപ്പനും കാന്താരിയും അങ്ങോട്ട് ഒരു ബൈക്കില് അങ്ങ് കയറി യാത്ര ചെയ്ത് അതൊക്കെയാണ് ജീവിതം എന്നാണ് ഇവര് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. വ്യക്തികള് ഒരേപോലെ ജീവിക്കാൻ ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവിടെ ഒരുപാട് പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഒക്കെ വരും. അതൊക്കെ മനസ്സിലാക്കി ഒരാൾക്ക് താങ്ങായും മറ്റേയാൾക്ക് കുറച്ച് വാശി കൂടുതലുണ്ടെങ്കിൽ, ദേഷ്യം കൂടുതലുണ്ടെങ്കിൽ അവിടെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാനും എല്ലാമുള്ള ഒരു മനസ്സിന്റെ പക്വതയായിട്ട് മാത്രമേ നമ്മൾ വിവാഹ ജീവിതത്തിലേക്കൊക്കെ കാൽവെക്കാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികൾ
നിങ്ങളോട് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവും ഇങ്ങനെയായി മാറും. ഒന്ന് സൂക്ഷിച്ചാല് മുന്നോട്ട് ദുഃഖിക്കേണ്ടി വരില്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒരു മുത്താണ് നമ്മുടെ ജീവിതം. അത് അങ്ങനെ നമ്മൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക. താഴെ വീണ് ചിന്നി ചിതറി പോയാല് വീണ്ടും പെറുക്കിയെടുക്കാന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്തായാലും എന്റെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.